ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് സാറ്റർഡേയും സൺഡേയും 3 പേരും വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമായിരിക്കും. ഞാൻ ഫ്രീ ആയിരിക്കില്ല, എനിക്ക് എന്തെങ്കിലും ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പം മോനും ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാനും മോനും കൂടി ക്ലീനിങ്ങിൽ ഏർപ്പെട്ട സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പാചകം പുള്ളി ഏറ്റെടുക്കാമെന്ന്. അടുക്കളയിൽ പാചകത്തിലൊക്കെ ഇടയ്ക്കായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പാചകത്തിൽ ആള് നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഉണ്ടാക്കുന്ന കറി വെണ്ടയ്ക്കാപ്പുളിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളുമായിട്ട് അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന്. അപ്പം ഇതിനായിട്ട് ഒരു 1/4 കിലോ വെണ്ടയ്ക്ക എടുത്ത് ഇതുപോലെ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ കൊഴുപ്പുണ്ടല്ലോ, അത് കറിയിലേക്ക് ഇറങ്ങാതിരിക്കാനാണ് ഇതുപോലെ തുടച്ചതിന് ശേഷം അരിഞ്ഞെടുക്കണത്. ഒത്തിരി നീളത്തിലല്ലാതെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇനി വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം. ജോലികൾ ചെയ്യുമ്പോൾ ബോറടിക്കാതിരിക്കാനായിട്ട് പുള്ളി എപ്പോഴും ചെയ്യാറുള്ളത് എന്തെങ്കിലും പാട്ട് കേട്ടോണ്ടായിരിക്കും എന്ത് ജോലിയായാലും ചെയ്യണത്. അപ്പോഴാണ് പുള്ളി ഓർത്തത് ആ പാട്ട് വെച്ചില്ലല്ലോ. ഉടനെ തന്നെ ഫോൺ എടുത്ത് പാട്ടൊക്കെ ഓൺ ചെയ്ത് വെച്ചു. ചേട്ടനെ ഏറ്റവും ഇഷ്ടം മെലഡി സോങ്സ് കേൾക്കാനാണ്. അതും തമിഴ് മെലഡി സോങ്സ് ആണെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇതേ പാട്ടുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് എത്ര തവണ വേണമെങ്കിലും കേട്ടോളും. അപ്പൊ കറി വെക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഉള്ളിയും സവാളയാണ്. അപ്പൊ അതൊക്കെ പുള്ളി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഒരു സവാളയും ഒരു 15 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 15 ഉള്ളിയും ചെറിയ ഉള്ളിയും ആവശ്യമുണ്ട് കേട്ടോ. സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി അരിയേണ്ട ആവശ്യമില്ല. അതിനിടയ്ക്ക് ചോറ് വെക്കണ പരിപാടിയൊക്കെ ആയിട്ട് ഞാനും അടുക്കളയിൽ കൂടി. എല്ലാ ഐറ്റംസും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ആവശ്യമുണ്ട്. കറിവേപ്പിലയും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു. തക്കാളി 2 എണ്ണം അരച്ച് ചേർക്കാം കേട്ടോ. ഇത് തക്കാളി അരിഞ്ഞല്ല ഇടണേ, കറിക്ക് കുറച്ച് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളി അരച്ച പ്യൂരി ആയിട്ടാണ് ചേർക്കണത്. തക്കാളി അരച്ചെടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കറി വെച്ചാൽ മതി. അപ്പോൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണയാണ് ഒഴിക്കണേ. ആദ്യം 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഒന്ന് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഈ കൊഴുപ്പ് കറിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ വഴറ്റി കൊടുക്കണം. വറുത്ത വെണ്ടയ്ക്ക അതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ബാക്കി നമ്മൾ കറി വെക്കാനായിട്ട് ഇതേ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കടുകും അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ചേക്കണ ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയും സവാളയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഉപ്പ് ചേർത്ത് നമ്മൾ സവാള വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. ചെറുതായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആയി വരണ സമയത്ത് തക്കാളി അരച്ചു വെച്ചിരുന്നല്ലോ, അപ്പോൾ 2 തക്കാളിയാണ് അരച്ചു വെച്ചിരുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി അരച്ചു വെച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പതുക്കെ തിളപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പതുക്കെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. തക്കാളി പച്ചമണമൊക്കെ മാറി വെന്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പൊടികളുടെയും പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണ വരെ വഴറ്റി കൊടുക്കണം. പൊടികൾ മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം നമുക്ക് കൂട്ടാം. കുറച്ച് വെള്ളം ഇത് മുങ്ങി കിടക്കണ പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ പുളിവെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിക്ക് എത്ര കൺസിസ്റ്റൻസി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണ പോലെ. ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സൈഡായിട്ട് ചേട്ടന് ഉണ്ടാക്കണത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും പുള്ളി അതിൻ്റെ കൂടെ പാരലായിട്ട് പീൽ ചെയ്ത് റെഡിയാക്കാൻ തുടങ്ങി. കറിക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മളത് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരുവിധം കുറുകി വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ കറി റെഡി ആയിട്ടോ. കറി ഓഫ് ചെയ്ത് വെച്ചു. അപ്പം ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം മെഴുക്കുവരട്ടി വളരെ സിമ്പിളായിട്ടതാണല്ലോ പൊട്ടറ്റോ മെഴുക്കുവരട്ടി. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഉള്ളി തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് സവാളയാണ് കേട്ടോ ചേർക്കണേ. അപ്പോൾ സവാള, ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്. ഇവിടെ ഒരു ചെറിയ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ കേട്ടോ മെഴുക്കുവരട്ടിക്കായിട്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റിയതിന് ശേഷം പിന്നെ അടച്ചു വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. അടി പിടിക്കാതിരിക്കാനായിട്ട് ഇത് തുറന്നു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി വരട്ടിയെടുക്കണം. അപ്പം നന്നായിട്ട് മസാലയൊക്കെ നമ്മൾ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും റെഡിയായി. ഇനി അടുത്തത് എൻ്റെ ജോലിയാണ് കേട്ടോ, ഈ അടുക്കള ക്ലീൻ ചെയ്യാന്നുള്ളത്. തക്കാളി അരച്ചു കഴിഞ്ഞപ്പോൾ തക്കാളിയുടെ പേസ്റ്റൊക്കെ ഈ മിക്സിയുമൊക്കെ വീണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കി. പിന്നെ കൗണ്ടർ ടോപ്പിലും കുറച്ച് സ്പില്ലേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തു. പിന്നെ മിക്സിയൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ബാക്കി പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളും ഞാൻ തന്നെ കഴുകി വെച്ചു. ഇടയ്ക്ക് ചില ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെ നമുക്ക് ഭർത്താക്കന്മാരൊക്കെ ജോലികളിൽ ഹെൽപ്പ് ചെയ്ത് തരികയാണെങ്കിൽ എന്തൊരു ആശ്വാസമല്ലേ അത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? ഹസ്ബൻഡ് ജോലികളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണോ? കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഏട്ടൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കറികളായിരിക്കില്ല ഏട്ടൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ടേസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കഴിക്കുകയും ചെയ്യാം. അരമണിക്കൂറിൽ വളരെ എളുപ്പത്തിലാണ് കേട്ടോ കറിയും അതുപോലെ തന്നെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയത്. ഒരു അരമണിക്കൂർ ഇതുപോലെ അടച്ചു വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെണ്ടയ്ക്കയിൽ മസാലയൊക്കെ പിടിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുന്നവരല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി കറിയായിരിക്കും കേട്ടോ. നോൺ വെജ് ഒന്നും നമ്മൾ കഴിക്കാത്ത ദിവസങ്ങളിൽ വെജ് നല്ല അടിപൊളി കോംബോ ആണിത്. പിന്നെ ഈ കറിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി സമയം കൂടുന്തോറും ടേസ്റ്റ് കൂടും. അതായത് നെക്സ്റ്റ് ഡേ ഒക്കെ ഇതിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഒരു സാധാരണ ശനിയാഴ്ച ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയും അതുപോലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.